നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ഭാഗ്യമില്ലാത്ത താരം ആരായിരിക്കും? പലരുടെ മനസ്സിലും പലരുടെ പേരും തെളിയുമെങ്കിലും ഞാൻ ശ്രേയസ് അയ്യരുടെ പേര് പറയും. കാരണമുണ്ട്. ശരിക്കും T20 ടീമിൽ ഉറപ്പായും ഇന്ത്യൻ ടീമിൽ അവസരം ഉണ്ടാവേണ്ട താരമാണ് ശ്രേയസ് അയ്യർ. അദ്ദേഹം പഞ്ചാബിനായും കൊൽക്കത്തയ്ക്കായും ഡൽഹിക്കായും കളിച്ച പ്രകടനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഡൽഹിയുടെ നായകനായപ്പോൾ ടീമിനെ അദ്ദേഹം പ്ലേ ഓഫിൽ എത്തിച്ചിട്ടുണ്ട്. കൊൽക്കത്തയ്ക്ക് വേണ്ടി കപ്പ് നേടിക്കൊടുത്തിട്ടുണ്ട്. പിന്നീട് പ്രീതി സിൻഡയുടെ പഞ്ചാബിനെ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ആദ്യമായി അവിടെ എത്തിയപ്പോൾ ആദ്യത്തെ ക്യാപ്റ്റൻസി സീസണിൽ തന്നെ ഫൈനലിൽ എത്തിച്ചിട്ടുമുണ്ട്. ഒരു പക്ക ക്യാപ്റ്റൻസി മെറ്റീരിയലാണ്. ഇവൻ ഭാവിയുടെ ക്യാപ്റ്റനാവുമെന്ന് 2020-കളിലെ ആരാധകർ അടക്കം പറഞ്ഞിരുന്നു. എന്നാൽ ഇതാ ഇപ്പോൾ ഇന്ത്യയുടെ T20 ടീമിൽ അദ്ദേഹത്തിന് ഇടം ഇല്ല. അതിനൊപ്പം ടെസ്റ്റ് ടീമിലും അദ്ദേഹത്തിന് ഇടമില്ല. ആകെയുള്ളത് ഏകദിനത്തിൽ മാത്രമാണ്. എന്നാലോ മികച്ച പെർഫോമൻസുകളുമായി അദ്ദേഹം കളം നിറഞ്ഞു കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസത്തെ മത്സരം തന്നെ എടുക്കാം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 2026 സീസണിലെ 17-ാം മത്സരത്തിൽ ടോസ് നേടിയ പഞ്ചാബിന്റെ നായകനായ ശ്രേയസ് അയ്യർ ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയക്കുന്നു. കരുത്തുറ്റ ബാറ്റിംഗ് നിരയുള്ള ഹൈദരാബാദ് വെടിക്കെട്ട് തുടക്കമാണ് പഞ്ചാബിനെതിരെ നേടുന്നത്. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്ന് ആദ്യ ഓവർ മുതൽ ബാറ്റിംഗ് വെടിക്കെട്ട് തീർക്കുകയാണ്. പവർ പ്ലേയിൽ 6 ഓവറിൽ 105 റൺസാണ് ഹൈദരാബാദ് നേടിയെടുക്കുന്നത്. അഭിഷേക് ശർമ്മ 22 പന്തിൽ 66 റൺസ് ആ സമയത്ത് എടുത്തപ്പോൾ ട്രാവിസ് ഹെഡ് 15 പന്തിൽ 31 റൺസുമാണ് പവർ പ്ലേയിൽ മാത്രം നേടിയത്. അർഷദീപ് സിംഗും സേവ്യർ ബാറ്റ്ലറ്റും മാർക്കോ ജാൻസണും അതുപോലെ വിജയകുമാർ വൈശാഖുമെല്ലാം നന്നായി തല്ലുവാങ്ങുന്ന സമയമാണ്. ഒരു റെക്കോർഡ് സ്കോറിലേക്ക് ഹൈദരാബാദ് പോകുമെന്ന് തോന്നിക്കവെയാണ് പഞ്ചാബിൻ്റെ നായകനായ ശ്രേയസ് അയ്യർ ഒരു ശ്രദ്ധേയമായ നീക്കം നടത്തുന്നത്. പാർട്ട് ടൈം സ്പിന്നറായി ശശാങ്ക് സിംഗിനെ കൊണ്ടുവരാനുള്ള ശ്രേയസിൻ്റെ തീരുമാനമാണ് ആ സമയത്ത് കയ്യടി നേടിയത്. ആദ്യ ഓവറിൽ 6 റൺസ് വഴങ്ങിയ ശശാങ്കിൻ്റെ 9-ാം ഓവറിൽ വീണ്ടും ശ്രേയസ് പന്തേൽപ്പിക്കുന്നു. ഒരു പാർട്ട് ടൈം ബോളർക്കാണ് വീണ്ടും പന്തേൽപ്പിക്കുന്നത്. ആ തീരുമാനം തെറ്റായില്ല. ആദ്യം ട്രാവിസ് ഹെഡിനെ അദ്ദേഹം പുറത്താക്കുന്നു. അതേ ഓവറിൽ അഭിഷേക് ശർമ്മയെയും ശശാങ്ക് മടക്കുന്നു. 28 പന്തിൽ 5 ഫോറും 8 സിക്സും ഉൾപ്പെടെ 74 റൺസ് എടുത്തുന്ന സമയത്താണ് അഭിഷേകും പുറത്താകുന്നത്. 264.29 എന്ന സ്ട്രൈക്ക് റേറ്റിലാണ്, അത്രയും ഒരു മാമോത്ത് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു അഭിഷേക് ആ സമയത്ത് കസറിക്കൊണ്ടിരുന്നത്. അപ്രതീക്ഷിതമായി ശ്രേയസ് അയ്യർ കൊണ്ടുവന്ന ശശാങ്ക് കൃത്യമായ സമയത്ത് 2 വിക്കറ്റുകളോടെ ഹൈദരാബാദിന് ഒരു ഷോക്ക് നൽകി എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. നായകനെന്ന നിലയിലായിരുന്നു ആ സമയത്ത് ശ്രേയസ് കയ്യടി നേടിയത്. അതും ഇത്രയും നിർണായകമായ ഒരു ബോളിംഗ് ചേഞ്ചിലൂടെ. തൊട്ടടുത്ത ഓവറിൽ അദ്ദേഹം സ്പിന്നേഴ്സിനെ ഇടുകയും അതിനുശേഷം ഹെൻറി ക്ലാസിനെ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് വന്യമായ രീതിയിൽ കളിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ കുരുക്കി നിർത്തുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം ചേസിങ്ങിൽ ബാറ്റിംഗിൽ ഇറങ്ങിയപ്പോഴും ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് 50-യോടെ ശ്രേയസ് അയ്യർ തൻ്റെ ടീമിനെ വിജയവഴിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഈ 4 മത്സരങ്ങളിൽ നിന്നും 137 റൺസ് ശ്രേയസ് ഇതിനകം തന്നെ IPL നേടിയിട്ടുണ്ട്. 68.50 എന്ന ആവറേജിൽ 188 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 250 അടക്കമാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ കളം നിറഞ്ഞ് ഈ IPL തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഒരു ചേസ് മാസ്റ്റർ എന്ന രീതിയിലും അദ്ദേഹം ഈ IPL പേരെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 2 മത്സരങ്ങൾ പഞ്ചാബിനെ 200+ ടോട്ടൽ കൺസിക്യൂട്ടീവ് മത്സരത്തിലും സക്സസ്ഫുള്ളായി ചേസ് ചെയ്തു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പ് പെർഫോമർ എന്ന രീതിയിൽ തന്നെ അദ്ദേഹം ഏറ്റവും ശ്ലാഘിക്കപ്പെട്ട നിമിഷങ്ങളാണ്. നമുക്കറിയാം, ഒരു കരിയർ പോലും ഇല്ലാതാവാൻ സാധ്യതയുണ്ടായിരുന്ന വലിയൊരു പരിക്കിന് ശേഷമാണ് അയ്യർ ഈ IPL-ലേക്ക് എത്തുന്നത്. പക്ഷേ അദ്ദേഹം അതൊന്നും പ്രതിഫലിപ്പിക്കാതെ മികച്ച രീതിയിൽ കളിക്കുന്നു അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ അവഗണന നമുക്കറിയാം, അതെപ്പോഴും അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. മുമ്പ് 2020-21 ഡൽഹിയുടെ ക്യാപ്റ്റനായി തകർപ്പൻ ഫോമും മികച്ച ക്യാപ്റ്റൻസിയുമായി അദ്ദേഹം നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പരിക്ക് വരുന്നത്. അങ്ങനെ ആ സീസണിൽ കൊറോണ തകർത്താടിയ സമയത്ത് ഡൽഹി അയ്യരുടെ പകരക്കാരൻ നായകനായി ഋഷഭ് പന്തിനെ നിശ്ചയിക്കുന്നു. മുദ്ര ശ്രദ്ധിക്കണം, പകരക്കാരൻ നായകൻ എന്ന രീതിയിലായിരുന്നു പന്തിനെ അന്ന് നിയമിച്ചത്. അതായത് ശ്രേയസ് അയ്യർ തിരിച്ചു വരുമ്പോൾ ക്യാപ്റ്റൻസി അയ്യരെ തന്നെ ഏൽപ്പിക്കണം. എന്നാൽ പന്തിൻ്റെ കീഴിൽ കുറച്ച് വിജയങ്ങളായപ്പോൾ പരിക്ക് മാറി തിരിച്ചെത്തിയപ്പോഴും ഡൽഹി മാനേജ്മെൻറ്റ് കോച്ച് റിക്കി പോണ്ടിങ്ങും ക്യാപ്റ്റൻസി പന്തിൽ നിന്നും എടുത്തുകൊണ്ട് ശ്രേയസിന് കൈമാറാൻ അന്ന് തയ്യാറായില്ല. അതായത് തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയായിരുന്നു അദ്ദേഹം അന്ന്. പിന്നീട് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിച്ചപ്പോഴൊക്കെയും മികച്ച ഫോമിൽ കളിച്ചിട്ടുണ്ടെങ്കിലും വിരാട് കോഹ്ലിയും സൂര്യകുമാറും ഒക്കെ തിരിച്ചു വരുമ്പോഴൊക്കെയും വഴി മാറിക്കൊടുക്കാൻ വിധിക്കപ്പെട്ട താരമായിരുന്നു ശ്രേയസ് അയ്യർ. അതിനൊപ്പം ടെസ്റ്റിലും അരങ്ങേറ്റത്തിൽ തന്നെ സെഞ്ചുറിയും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെ തിളങ്ങിയിട്ടുണ്ടെങ്കിലും സ്ഥിരം 11-ൽ അന്ന് ചേതേശ്വർ പുജാരയെ പോലുള്ളവർ തിരിച്ചെത്തുമ്പോൾ അവസരം നിഷേധിക്കപ്പെടാൻ വിധിക്കപ്പെട്ട താരമായിരുന്നു ശ്രേയസ് അയ്യർ. മുമ്പ് നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ നിരയെ പ്രഖ്യാപിച്ചതോടെ ശ്രേയസിൻ്റെ അഭാവം വലിയ രീതിയിൽ കഴിഞ്ഞ വർഷം ചർച്ചയായിരുന്നു.
ശുഭ്മാൻ ഗില്ലിനേക്കാൾ ആ ടീമിൽ ആ സമയത്ത് സ്ഥാനം അർഹിച്ചത് അയ്യരായിരുന്നുവെന്ന ചർച്ച തന്നെയുണ്ടായിരുന്നുവെന്ന്. കയറ്റിറക്കങ്ങൾ ഒരുപാട് നിറഞ്ഞ ഒരു കരിയർ തന്നെയാണ് ശ്രേയസ് അയ്യരുടേത്. 2023 ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രധാന വിജയശില്പിയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം T20 ടീമിലും അദ്ദേഹം ഒരു ഘട്ടത്തിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു. പക്ഷേ പതിയെ അദ്ദേഹത്തെ ടീമിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പലപ്പോഴും അവഗണന നേരിടുകയായിരുന്നു. ഈ IPL എത്തുമ്പോൾ പഞ്ചാബ് മികച്ച രീതിയിൽ തന്നെ ഈ IPL മുന്നേറുന്നുണ്ട്. കഴിഞ്ഞ തവണ അവർ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു. അപ്പോൾ പഞ്ചാബ് തീർച്ചയായും ശ്രേയസ് അയ്യരിലൂടെ ഒരു കിരീടം തന്നെ ഈ വർഷം കൊതിക്കുന്നുണ്ട്.